ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ കറി കേട്ടോ. നമ്മുടെ ചെമ്മീൻ തീയൽ അല്ലെങ്കിൽ ചെമ്മീൻ തേങ്ങ വറുത്തരച്ച കറി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നല്ല തിക്കായിട്ടുള്ള ഒരു കറി കേട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/4 കിലോ ചെമ്മീൻ. ഇത് ഞാൻ അതിൻ്റെ തോടൊക്കെ പൊളിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഇതിൻ്റെ പുറമേയുള്ള ഈ ഞരമ്പൊക്കെ നമ്മൾ കളയണം കേട്ടോ. അത് നമ്മൾ കഴിക്കുവാന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇങ്ങനത്തെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കിട്ടുന്ന ചെറിയ ചെമ്മീനാട്ടോ നല്ലത്. ഇത് കണക്ക് വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെമ്മീനാട്ടോ ടേസ്റ്റ്. ഇത് മുറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒത്തിരി വലുതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെറുതാക്കി ഇടുക. അത് നമ്മളിത് ബിരിയാണിക്കൊക്കെ മേടിക്കുന്ന ടൈപ്പ് ചെമ്മീൻ. എനിക്കിപ്പോൾ ഇങ്ങനത്തെ ചെമ്മീനെ ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു 15 ചെറിയ ഉള്ളിയാണ്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. കുറച്ച് വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അത് 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് വറുത്തിടണം. വറുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തേക്കണത്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 5 വറ്റൽമുളക്. എരിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ കൂട്ടുക കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. വേണ്ടത് പുളി. അത് കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ ആകാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വാളംപുളിയാട്ടോ എടുത്തേന്ന്. ഇതൊന്ന് അലിയിച്ചെടുക്കണം. അലിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണേന്ന്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പുളി പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും. ആദ്യമേ നമുക്ക് തേങ്ങ ഒന്ന് വറുക്കണം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്ക് തേങ്ങ, മല്ലി, ഉലുവ, വറ്റൽമുളക്. ഇതെല്ലാം വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ബ്രൗൺ കളറാകുന്ന വരെ വറുക്കണം കേട്ടോ. വറുത്തരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങ നമ്മൾ തിരുമിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കുവാന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് തേങ്ങ വരും കേട്ടോ. ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട്. അപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ നല്ല എല്ലാ തേങ്ങയുടെ പീസസും നല്ല ഈവനായിട്ടായിരിക്കും ഫ്രൈ ആവുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ചില പീസ് ചെറുതും ചിലത് വലുതൊക്കെ ആയിട്ട് കിടക്കുമ്പോഴത്തേക്ക് ആ വറുക്കുന്നത് മൂപ്പ് കറക്റ്റ് ആകത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങ വറുക്കാൻ നേരത്ത് ഇതുപോലെ ചെയ്യാം. അതുപോലെ നല്ല മൂത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അങ്ങനത്തെ തേങ്ങയായിരിക്കും നമ്മൾ ഇതുപോലെ വറുത്തരച്ച് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റ് കേട്ടോ. ഇതിങ്ങനെ പൊടിച്ച് വെക്കുന്നത് കൊണ്ട് തേങ്ങ പെട്ടെന്ന് തന്നെ മൂത്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ കൈയെടുക്കാണ്ട് വേണം വറുക്കാനായിട്ട്. അത് വറുക്കുമ്പോൾ എപ്പോഴും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഹീറ്റിലേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിങ്ങനെ നമ്മൾ പൊടിച്ചിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് നൽകി കൊടുക്കുന്നു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അധികം വെള്ളം ഒഴിക്കാണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി വേറൊരു ചട്ടി ചൂടാക്കാൻ വെക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ആ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ആ കറിക്കൊരു ടേസ്റ്റ്. ഇനി നമുക്കത് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. ചെമ്മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ആ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു ചെറിയൊരു വൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ചെമ്മീൻ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയിടാം. അപ്പോൾ നമ്മൾ ആ ഒഴിച്ചപ്പോൾ ചെമ്മീൻ്റെ ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. ഇത് ആദ്യമേ ഒന്ന് തിളച്ച് വരണം. ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഈ ചെമ്മീൻ്റെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിലപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടാവും, ചിലപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല. വെള്ളം വറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കേണ്ടത്തേക്ക് പിന്നെ അടച്ചു വെച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഇനി ചെറിയ തീയിൽ വേണം ഇത് വേകാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്.
ചെമ്മീനൊന്ന് ഒരു മീഡിയം കുക്കായിട്ടുണ്ട്. ചെമ്മീൻ പെട്ടെന്ന് തന്നെ വേഗം. അപ്പോൾ ചെമ്മീൻ വേഗം അധികം സമയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളം അതിനകത്ത് ഒഴിച്ചേക്കുന്ന വെള്ളം ഫുൾ വറ്റിയിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാട്ടോ അരച്ചെടുത്തേക്കുന്നത്. ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒരുപാടായി പോകരുത് കേട്ടോ കറിയിൽ. ഇനി ഇതൊന്ന് കഴുകി ഒഴിക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പുളി ഒഴിക്കാം. അപ്പോൾ പുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് അത് അലിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഞെരടി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. അപ്പം ഇതിൽ വാളംപുളി തന്നെ വേണമെന്നൊന്നുമില്ല, കുടംപുളി ചേർത്താലും മതി കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ 2 പുളിയും ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് കറിയൊക്കെ നന്നായി കുറുകി വരണം. കറി ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇനി ഒരു 10 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഇനി വേവിക്കുമ്പോൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി ചെമ്മീനെല്ലാം വെന്തിട്ടുണ്ട്. സാധാരണ വലിയ വലിയ ഷെഫുമാരൊക്കെ പറയണത് ചെമ്മീൻ വേകാനായിട്ട് 5 മിനിറ്റ് മതി എന്നൊക്കെയാണ് പറയണത്. പക്ഷേ നമുക്ക് അത് 5 മിനിറ്റ് കൊണ്ട് വേഗമൊന്നും തോന്നില്ല. ഇനി നമുക്ക് സ്റ്റൗവും കൂടെ ഓഫ് ചെയ്യാം. ഇനി ഈ ചെമ്മീനിലേക്കൊന്ന് വറുത്തിടണം. ഞാൻ ഒഴിക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. കൂടാണ്ട് ചട്ടിയിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽമുളക്, അത് 2ആയിട്ട് പൊട്ടിച്ചിടാം. ഉള്ളി ഒരു ബ്രൗൺ കളറാകണം. ഒരുപാട് കരിഞ്ഞു പോകണ്ട, ചെറിയൊരു ബ്രൗൺ കളർ അയച്ചാൽ മതി. ഇങ്ങനത്തെ കറിയിലൊക്കെ ആ ഉള്ളി ഇങ്ങനെ വറുത്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അതിനെ വരുന്നത്. നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിക്കാം. കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് മൂടി വെക്കുക. അപ്പോൾ ആ മണം പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒഴിച്ചിരിക്കുന്ന കടുകിൻ്റെയൊക്കെ വെളിച്ചെണ്ണയുടെയും കടുകിൻ്റെയൊക്കെ മണം അതിലേക്ക് കറിയിൽ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് സെർവ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഈ കറി നല്ലൊരു തിക്കായിട്ടുള്ള കറിയാട്ടോ ഇത്. നമ്മുടെ ആ എണ്ണയൊക്കെ ഇപ്പം നല്ല മുകളിൽ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചെമ്മീൻ കറി അല്ലെങ്കിൽ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്